വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സംസ്ഥാനത്ത് ഉടനെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുവാൻ പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. നിലവിൽ 6 മാസത്തെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാനത്ത് കുടിശ്ശികയാണ്. സെപ്റ്റംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി 9,600 രൂപ വീതം വിതരണം ചെയ്യേണ്ടതുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3,200 രൂപ വീതം വിതരണം ചെയ്യുവാനാണ് ധനവകുപ്പ് നടപടികൾ കൈക്കൊള്ളുന്നത്. സുപ്രീം കോടതിയിൽ നൽകിയ കേസിനെ തുടർന്ന് 13,608 കോടി രൂപ മാർച്ച് മാസത്തിൽ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ വെള്ളിയാഴ്ച ചേർന്ന LDF യോഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്താത്തതിൽ CPI പോലുള്ള ഘടകകക്ഷികൾ കടുത്ത അമർഷം രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് മറുപടിയായി സംസ്ഥാനത്ത് ഉടനെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്ക് വഴി എല്ലാ ചൊവ്വാഴ്ചയുമാണ് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കുവാൻ കഴിയുന്നത്. മാർച്ച് മാസത്തിൽ ഇനി 12-ാം തീയതി, 19-ാം തീയതി, 26-ാം തീയതികളിലാണ് റിസർവ് ബാങ്ക് വഴി ഈ മാസം കടമെടുക്കുവാൻ കഴിയുന്നത്. മാർച്ച് 12 ചൊവ്വാഴ്ച തന്നെ കടമെടുക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. പുതിയതായി 13,000 കോടി കടമെടുക്കുവാൻ അനുവദിച്ച കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും റിസർവ് ബാങ്ക് ഓഫീസിൽ എത്തേണ്ടതുണ്ട്. മാർച്ച് 12-ന് തന്നെ കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുവാൻ കഴിഞ്ഞാൽ 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകും. 12-ാം തീയതി കടമെടുപ്പ് നടന്നില്ലെങ്കിൽ പിന്നെ 19-നാണ് റിസർവ് ബാങ്ക് വഴി കടമെടുക്കൽ നടക്കും. അങ്ങനെയെങ്കിൽ 21-ന് ശേഷം ഈ മാസ അവസാനമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക. ധനവകുപ്പിൻ്റെ വിതരണ അറിയിപ്പ് എത്തിയാൽ നിങ്ങളുമായി കൃത്യമായി ഷെയർ ചെയ്യുന്നതാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.